അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഊട്ടിയിലാണുള്ളത്. തിരിച്ച് നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് പോകാൻ മീൻസ് നേരിട്ട് പോകുന്നില്ല. അതിൻ്റെ ഇടയിൽ ഷോളൂർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് പോകണം. ഞാൻ എപ്പോഴും ഊട്ടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വഴി കാണാറുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അതൊന്ന് കണ്ടേക്കാം എന്നാണ് വിചാരിക്കുന്നത്. വേറെ അങ്ങനത്തെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നുള്ളത് നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. നാട്ടിൽ പോയിട്ട് ഒരു വോട്ട് ചെയ്യണം. അപ്പം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും പരിപാടികളാണ്. ഇപ്പം നമ്മളുള്ളത് ഊട്ടി ഒരു മാർക്കറ്റിലാണ്. അതായത് ഇവിടുത്തെ ഒരു പാളയം മാർക്കറ്റ്, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. വലിയ വൃത്തിയും കാര്യങ്ങളും സംഭവങ്ങളും ഒന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റ് പിന്നെ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. പിന്നെ ഈ ഏരിയയിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ റേറ്റൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റൂം എടുത്തതും ഇതിൻ്റെ അടുത്തായിരുന്നു. അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ മാർക്കറ്റ്. എൻ്റെ റൂം ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ലേക്കിൻ്റെ കുറച്ച് പിറകിലായിട്ട്. എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, അതായത് ഒരു 10-200 മീറ്ററൊക്കെ ഉള്ളൂ. പക്ഷേ ചുറ്റി വളഞ്ഞ് വേണം പോകാൻ. 2-2.5 കിലോമീറ്റർ. അപ്പം അതാണ് കാര്യം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഊട്ടി ടൗണിൽ നിന്ന് ഇപ്പം പുറത്ത് കിടക്കും. പിന്നെ ഈ ഷോളൂർ എന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്റർ അങ്ങനത്തെ ഉള്ളൂ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമേ 650 രൂപ കേട്ടോ ചാർജ് ചെയ്ത് ആകെ. 150 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീസണിലോ ഇല്ലെങ്കിൽ സൺഡേസിലൊക്കെ വരികയാണെങ്കിൽ അതിന് നേരെ ഒരു 2500-3000 രൂപ ആവും. അവരുടെ താരിഫ് അവരെനിക്ക് കാണിച്ചു തന്നു. നോർമൽ താരിഫ് അതാണ്. ഈ ഓഫ് സീസണിൽ ഇന്നലെ ഇവിടുത്തെ ഒരു തിരക്കില്ല. ടൗണിൽ ആളും മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. അതായത് രാത്രി ഷോപ്പുകളൊക്കെ വേഗം അടച്ചു പോയിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്. അപ്പം തീരെ തിരക്കില്ല. അതുകൊണ്ടായിരിക്കും റൂം അത്രയും ചെറിയ റേറ്റ് തന്നത്. ഈ വണ്ടി നമ്മുടെ ഒരു വിഷൻ മുടക്കിയാണല്ലോ. വിഷൻ മുടക്കിയ നമ്മൾ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഊട്ടി നമ്മളിപ്പോൾ ഊട്ടിയിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടേ ഓൾമോസ്റ്റ് ഒരു 10-12 കിലോമീറ്റർ കഴിഞ്ഞ്. ഈ 10-12 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഷോളൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞിട്ട് ഷോളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഈ ഷോളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമാണ്. ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല. അത് കുറച്ച് ഇവിടെയുള്ള ഊട്ടീൻ്റെ ഉള്ളോട്ടുള്ളൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ ഊട്ടിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്ററോളം ഉണ്ടാവും. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ആ മൊട്ടക്കുന്ന്, അവിടെ നിന്ന് ഒരു കുറച്ച് 2 കിലോമീറ്ററൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കൊരു വഴിയാണ്. ആ റൈറ്റിലേക്കുള്ള വഴിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ റോഡിലേക്ക് കയറിയിരിക്കുന്നത്. ഇത് ഒരു കാർഷിക ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇവിടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ക്ലൈമറ്റേ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാട്ടോ. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. അധികം വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ചൂടില്ല. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു നല്ലൊരു ഫീലുള്ള ഒരു റൈഡാണ്. അതായത് ആകാശമൊക്കെ കണ്ട നല്ല അടിപൊളി, നല്ല വെള്ള മേഘങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രൗഡും ഭയങ്കര കുറവാണ്. നമ്മളിപ്പം ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കാം കേട്ടോ. 2 സൈഡും ഒരുപാട് പൈൻ മരങ്ങൾ പൂത്ത് തളിർത്ത് നിൽക്കുന്നുണ്ട്.
ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു തണുപ്പുമുണ്ട്. അതായത് ഭംഗിയുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ്, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ആ ഒരു ഊട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഊട്ടിയിലൊക്കെ പോയിട്ട് പറയുന്നതൊക്കെ ഉണ്ട് ഭയങ്കര ചൂടാണ്, വെയിലാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ ഊട്ടി ടൗണിൽ നിന്ന് തിരിഞ്ഞടിക്കുന്ന ഒഴിവാക്കിയിട്ട് ആ ബോട്ടാണിക്കൽ ഗാർഡനിലും ആ മറ്റേ എന്താ പറയുക ലേക്കും റോസ് ഗാർഡനും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരിക. അത് കണ്ടില്ലേ, നല്ല അടിപൊളി മലകൾ. വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതായത് ഒരു യാത്ര തന്നെ കേട്ടോ എക്സ്പീരിയൻസ്. അതായത് ഭയങ്കര വലിയ മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്രയും ദൂരം, അതായത് ഒരുപാട് ദൂരത്തേക്ക് ഈ മലനിരകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്ര അടിപൊളിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഊട്ടിയിലേക്ക് വരുന്ന ആൾക്കാർ, ഈ ഊട്ടിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആ ഒരു ലേക്കും പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും അത് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊട്ടിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പം അട്ടപ്പാടി ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മുള്ളി അട്ടപ്പാടി ആ റൂട്ടുണ്ട്, പിന്നെ കൂനൂര് ആ റൂട്ടുണ്ട്, പിന്നെ കോത്തഗിരി വേറൊരു റൂട്ടുണ്ട്, പിന്നെ മസനഗുഡി അത് വേറൊരു റൂട്ടുണ്ട്, പിന്നെ നമ്മളീ പറഞ്ഞ മാതിരി ഈ ഗൂഡല്ലൂർ മൈസൂർ റൂട്ടിൽ തന്നെ പോകുമ്പോൾ ഈ റൂട്ടിൽ ഒരുപാട് ഡൈവേർഷനിൽ നിങ്ങൾ ഏത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളി കുറേ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. ഈ സ്ഥലങ്ങളിൽ ഈ ഭംഗി വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ നേരിട്ട സ്ഥലത്ത് പോകുമ്പോഴേ അടിപൊളി ഭംഗിയാണ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു നിർത്തി എന്താണെന്ന് വെച്ചാൽ ഊട്ടി, അതായത് നമ്മളിപ്പോൾ ഒരു 100 പ്രാവശ്യം ഊട്ടിയിൽ വന്നു കഴിഞ്ഞിട്ട് 101ാമത്തെ പ്രാവശ്യം ഊട്ടിയിലേക്ക് വന്നാലും നമുക്ക് കണ്ടിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങളോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്ര ഉണ്ട് ഊട്ടി. അപ്പം നിങ്ങൾ ഈ തിരക്കുള്ള ഈ സൺഡേസിലും ഇല്ലെങ്കിൽ ഈ സാറ്റർഡേസിലൊക്കെ കയറി വരുന്നതുകൊണ്ടാണ് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലൊക്കെ പെട്ടിട്ട് ഊട്ടി ഒരു മടുപ്പായി പോകുന്നത്. ഈ സ്ഥലം കണ്ടോ, അതായത് എത്ര ദൂരത്തേക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ച അങ്ങനെ കാണുന്നത്. എന്താ പറയുക, പറയാനും വാക്കുകളൊന്നുമില്ല, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ശരിക്കും ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ എന്താണ് അവിടെ ആ സൈഡിൽ, അതായത് ആ മല എത്രയോ ദൂരത്തുള്ള അത്രയും മലകളിൽ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. തേയിലത്തോട്ടങ്ങളാണ്, ഇനി വേറെ എന്തെങ്കിലും തോട്ടങ്ങളാണ്, നല്ല പച്ച കളറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മൾ ഓരോ വളവ് വളയ്ക്കുമ്പോഴും നമ്മളെ ഇവിടുത്തെ ഓരോ കാഴ്ചകളുടെ ഭംഗി അതിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അത്ര അടിപൊളിയാണ്. 2 സൈഡും കേട്ടോ, ഒരു സൈഡൊന്നുമല്ല, 2 സൈഡും നല്ല അടിപൊളി ഗംഭീര സെറ്റപ്പ്. അപ്പോഴേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഊട്ടിയിലേക്ക് ഈ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങൾ, അതായത് സൺഡേയ്സും ഹോളിഡേയ്സും ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അതായത് കിലോമീറ്ററുകളോളം, അതായത് നമ്മളെ ഈ അത്രയും ട്രാഫിക് ഉൾക്കൊള്ളാനുള്ളൊരു സെറ്റപ്പ് ഊട്ടിക്കില്ല. അതായത് ഊട്ടിയുടെ ടൗണിലില്ല, ചെറിയ ടൗണാണ്. അപ്പം റോഡുകളും ഭയങ്കര ചെറുതാണ്, അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റൊന്നും അങ്ങനെ റോഡുകളുടെ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് എല്ലാവരും കൂടി ഒരു ദിവസം വരുന്ന സമയത്ത് 4-5 മണിക്കൂർ എനിക്ക് തന്നെ ബ്ലോക്കൊക്കെ ഒരുപാട് പ്രാവശ്യം കാറിലും അങ്ങനെ വന്നപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളല്ലാത്ത ദിവസം, അതായത് ചുമ്മാ ഇറങ്ങാം ഒരു ദിവസം, ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് എന്നും ഈ ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും, നമുക്ക് കുറച്ചൊക്കെ മനസ്സിനും ഒരു സന്തോഷ സമാധാനമൊക്കെ കിട്ടണ്ടേ. അങ്ങനെ വന്നിട്ട് ഒരാളും മനുഷ്യനുള്ളൊരു സ്ഥലത്തെത്തിട്ടോ.
അവിടെ കുറേ മരമൊക്കെ മുറിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു തേയില ഫാക്ടറിയാണ്, നമ്മളെ ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലം. ഒരുപാട് പണിക്കാരും കാര്യങ്ങളും തേയില തോട്ടത്തിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള ഒരു ജോലി മാർഗം അല്ലെങ്കിൽ വരുമാനം ആൾക്കാർക്ക് ഈ തേയില പറിക്കലും കൃഷിയും തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ വരുന്നത് കുറേ കാശ് മുടക്കി നമ്മുടെ സമയമൊക്കെ മെനക്കെടുത്തിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഒന്ന് വൃത്തിക്ക് പ്ലാൻ ചെയ്യുക. അതായത് ഊട്ടി ഒരു ചെറിയ സ്ഥലമാണെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കൊക്കെ എടുക്കേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ വൃത്തിക്ക് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് ഈ കാണാൻ നല്ല ഭംഗി ആൾക്കാർക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുക. അല്ലാതെ വെറുതെ ഈ ബ്ലോക്കിലൊക്കെ പോയി കിടന്നിട്ട് നമുക്ക് തന്നെ ആ സ്ഥലത്തിനോടും മടുത്തു, നമുക്ക് ആ ഒരു ദിവസം വേസ്റ്റാക്കിയൊരു ഫീലാണ് നമുക്കുണ്ടാവുക. അപ്പം ആ ഒരു ഫീല് ഉണ്ടാക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര മനോഹരമായുള്ള സ്ഥലമാണ് ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാണാനുണ്ട്. നിങ്ങൾക്കൊരു 100 ലൊക്കേഷനൊന്നും ആയിരിക്കില്ല ഊട്ടിയിൽ കാണാനുണ്ടാവുക. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 60-70 പ്രാവശ്യം ഊട്ടിയിൽ വന്നിട്ടുണ്ടാവും. ഇനിയും വരും. എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഇടവഴിക്ക് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ റോട്ടിൽ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ വ്യൂസാണ് നമ്മുടെ എന്താ പറയുക കാണുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത റോട്ടിൽ പോകാമെന്നുള്ള തോന്നല്. അങ്ങനെ ഊട്ടി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് ഇങ്ങനെ ഇവിടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടാണ്ടിരിക്കുക. കണ്ടോ റോഡിലൊക്കെ ഭയങ്കര ക്ലീനാണ്, ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ റോഡിൽ എവിടെയില്ല. ഒരു ചീത്ത സ്മെല്ല് ആ മെയിൻ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് കയറിയപ്പോൾ കിട്ടിയിട്ടില്ല. അങ്ങനെ അതായത് ഭയങ്കരമായിട്ട്, അതായത് എന്തെങ്കിലും നിങ്ങൾ ഈ റോഡിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഫുള്ളൊന്ന് നോക്കി. ഈ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്തതിൽ എന്തെങ്കിലും ഒരു വേസ്റ്റോ, ആ മരം മുറിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റോ അവിടെ കണ്ടെന്നല്ലാതെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ ഒരു വേസ്റ്റും ഈ റോട്ടുമിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ അത്ര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തികേടാക്കാതെ നല്ല രീതിയിൽ പോവുക. കാരണം ഇത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇത് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം, അത്രയേ ഉള്ളൂ. നമ്മുടെ 2 സൈഡിലും കാണുന്നത് കൃഷിയാട്ടോ, അല്ല ക്യാരറ്റോ ബീട്രൂട്ടോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കടലോ അങ്ങനത്തെ നിലക്കടലല്ലേ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പം അതൊക്കെ ആയിരിക്കും കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ അകത്തൊക്കെ കയറി നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ല കയറി കാണാനൊന്നും. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും എന്തായാലും വരും. ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമുക്ക് ഇനിയും വരാതെ ഒഴിവാക്കിയിടാൻ എന്തായാലും പറ്റില്ല. ആ സമയത്ത് വന്ന് കയറി കാണാം. അപ്പം അത്രയും സൈഡിലൊക്കെ മണ്ണ് മാന്തിയിട്ടൊക്കെ ഉണ്ടല്ല, അവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. നമ്മൾ ആ ദൂരത്ത് കാണുന്നതാണല്ലോ ഷോളൂർ വില്ലേജ്. അവിടെ കുറേ വീടുകളും സാധനങ്ങളൊക്കെ മലയുടെ മുകളിൽ കാണുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ആൾക്കാർ താമസങ്ങൾ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ പ്രോപ്പർ ഷോളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഇതാണ് ഷോളൂർ. ഇവിടെ ഇപ്പം കുറേ ആൾക്കാർ, വണ്ടികൾ, വീടുകൾ, സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ടൊക്കെ നോക്കിയാൽ കാണുന്നത് ഇഷ്ടം പോലെ വീടുകളാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ മാത്രമില്ല, പക്ഷെ എന്നാലും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ കാണാനുള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഈ റോഡിന് നമ്മൾ നേരെ ഇങ്ങനെ പോയി നോക്കും. നേരെ പോയി നോക്കിയിട്ട് ആരെങ്കിലും വഴിയിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്കുക എന്താ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. എന്നിട്ട്
എന്താ പറയുക, പുള്ളി പൊക്കമെന്ന് പറയുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോകാം. കണ്ട കാഴ്ചകൾ അതിമനോഹരം എന്ന് കരുതിയിട്ട് തിരിച്ചു പോകാം. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ ഡിഫറെൻറ്റ് കളർ പെയിൻറ്റുകൾ, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ. அண்ணா இந்த ரோடு எங்கே போகுது? ஃபாரஸ்ட்டா? போக முடியும் பைக்கில்? எவ்வளோ தூரம் இங்கே ரோடு போக முடியும்? அப்படியே சுற்றி போகணும். இது பைக்கு எவ்வளோ தூரம் போக முடியும் இப்போ? போகலாம். ஓகே, அப்போ வந்துடலாம். ஓகே. അവിടെ ഒരു ചേട്ടനോടെ വഴി വെച്ചു. അപ്പം പുള്ളി പറയുന്നത് ഇതേ റോഡ് ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷേ അവിടെ ഫോറസ്റ്റ് എവിടെയുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വിടൂല എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ പോവാം. എന്തായാലും പോയി നോക്കാം, നല്ല രസമുണ്ട്. വാവ്. റൂട്ടമ്പിലേക്ക് നോക്കി കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഇതായി പോകും. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ല ഈ ബസ്. എന്താണ് ഇത്? എൻ്റെ അടിപൊളി. നമുക്ക് ക്യാബുകളിൽ ചെന്നില്ല പറക്കാം. അധികാലത്ത് മുന്തിരിവള്ളികൾ തരത്തും നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കൂടിയാലോ. വാവ്. വൻ അടിപൊളി സ്ഥലം. കൺഫ്യൂഷനായിപ്പോയി, എങ്ങോട്ടാണ് വിടേണ്ടത്, അങ്ങോട്ടാണോ ഓണോ റിസ്ക് എടുത്തിട്ട് കൊച്ചിലേക്കില്ല. ആൾത്താമസം ഉണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്, വണ്ടിപ്പെരുമാറ്റങ്ങളുണ്ട്. പിന്നെ പോകുന്നതിന് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനാണെങ്കിൽ ഇവിടെ ഒരാളെ മനുഷ്യനെ കാണുന്നില്ലല്ലോ. കയറി പോവാം. ഫസ്റ്റിലേ കയറുള്ളൂ കേട്ടോ, അങ്ങനത്തെ കയറ്റാം. ഇതൊക്കെ വണ്ടി വന്ന തീർന്നു പോണെ കത്തിക്കല്. ഒരുപാട് ദൂരെ മുന്നോട്ട് പോകണ്ട, കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോവാം. ഏകദേശം ഇങ്ങനത്തെ വഴി തന്നെയായിരിക്കും. നമ്മൾ ഏകദേശമൊക്കെ വന്ന് മുകളിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ന്യൂട്രലായി പോയി. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോഴേ നല്ല വളയ്ക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയാൽ തിരിച്ച് വളച്ചിട്ട് പോവാം. അതാ മുന്നിൽ കാണുന്ന സ്ഥലത്ത് വളയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു പരന്നമാതിരി സ്ഥലം കാണുന്നുണ്ട്. യെസ്, ഇവിടെ സ്ഥലമുണ്ട്. എന്തായാലും ഇവിടുന്ന് വളച്ചിട്ട് തിരിച്ചാണ്ട് പോവാം.
മതി, ഇത്രയും ദൂരം മതി. ഇനിയും കുറേ ദൂരമൊക്കെ പോകാണ്ട് കേട്ടോ, അങ്ങോട്ട് ഇഷ്ടം പോലെ ദൂരം പോകാണ്ട്. കയറി പോയി മുകളിലൊരു അമ്പലം കാണുന്നുണ്ട്, ആൾത്താമസം കാണുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പോകുന്നില്ല. എനിക്കെന്തറിയോ, ഒറ്റക്കായതുകൊണ്ടൊരു ചെറിയൊരു പേടി. നമ്മളൊരു അഡ്വഞ്ചറസ് ട്രിപ്പൊന്നുമല്ലോ, നമ്മൾ പ്രഷർ ട്രിപ്പല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടേ പിന്നെ വണ്ടി കടാവോ, ഫസ്റ്റിലിട്ട് ഇറങ്ങാനും ഫസ്റ്റിലിട്ട് കയറാനും മാത്രമേ പറ്റുള്ളൂ ഈ റോഡിൽ. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ളൊരു റോഡ്. നൈസ്. വാവ്, എന്തിത്, ആൾക്കാരുണ്ടല്ലോ. കൃഷി തോട്ടങ്ങൾ, ക്യാരറ്റ് തോട്ടം. നൈസായിട്ടോ, വൻ അടിപൊളി സ്ഥലം. വണ്ടി ഓടിക്കാനൊക്കെ വേറെ ലെവൽ വൈബ്. ഞാനും പറയുന്നത് ഈ ഊട്ടിയാണ് വന്ന് കാണണ്ടേ, അല്ലാതെ വെറും ലൈക്കും അതും കണ്ടു പോകണ്ട കാര്യമല്ലോ. എന്താലേ, ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴിയുടെ ഭംഗിയെ തൊടാൻ ഇല്ല, എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ സ്പേസിലും കൃഷിസ്ഥലത്തും ആൾക്കാരുണ്ട്. കണ്ട, മുന്നിലേക്ക് ഇങ്ങനെ മലനിരകൾ നീണ്ട് നിവർന്ന് കിടക്കണ്. ശരി, വെള്ളമുണ്ട് കേട്ടോ അവിടേക്ക്. എന്നാലും നമ്മൾ കയറി ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ട്. വന്ന വഴി കാണുന്ന പാവം. നമ്മൾ ഈ കയറുമ്പോൾ അല്ല നമുക്ക് ഇതിൻ്റെ ഭംഗി കിട്ടുക, ഇറങ്ങുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു കറക്റ്റ് സാധനം കിട്ടുക. കാബേജ് കൃഷി. നമ്മളെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എത്തിയ ഷോളൂർ ആ സ്ഥലമല്ല, വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. ഏകദേശം ആ സ്ഥലത്തെത്താനായിട്ടോ നമ്മൾ വഴി വെച്ച ചേട്ടൻ. അപ്പോൾ ആ സ്ഥലത്തെത്താനായി. ഇനി അവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് പേരിടുന്നില്ല, തിരിച്ച് നാട് പിടിക്കാം. ഇനി നേരെ ഊട്ടി മൈസൂർ റൂട്ട്, ഊട്ടി ഗൂഡല്ലൂർ റൂട്ട് പോകുകയാണോ ഓടെയാണോ? തീയിട്ടെൻ്റെ പുക, സ്മെല്ലുണ്ട്. ഇത് ഈ റൂട്ടിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്ഥലമാട്ടോ. ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് മാറ്റൊരു സ്ഥലം, നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി സെറ്റപ്പ്. ബോട്ടിങ്ങൊക്കെ ഉണ്ടോ അവിടെ. സൈഡിൽ ഒരു ലേക്ക് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാം, ഇറങ്ങാം, എന്താണ് ചെയ്യാം. അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളോ ഇപ്പം നിലവിലില്ല. ഇനി പിന്നത്തേക്ക് വരുമോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറേ ചായ PR ബസാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഉണ്ടോ, നല്ല വൈബുള്ള സ്ഥലം കേട്ടോ, നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. നല്ല പശുക്കൾ,
അപ്പിടുന്നുണ്ട്, സോറി അപ്പിടല്ല, അപ്പിടുന്നുണ്ട്. നൈസ്. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന സമയത്ത് ആ പൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എത്തുന്ന അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇത്. നമ്മൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ, ഊട്ടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഊട്ടി കഴിഞ്ഞിട്ടൊരു 35-40 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടാനുണ്ട്. ഓടിക്കഴിഞ്ഞാലാണ് ഈ സ്ഥലത്തെത്തുക. ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയൊരു വൈബാണ്. സ്വിറ്റ്സർലാൻഡിൽ പോയില്ല, പക്ഷേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. ഇവിടെ അങ്ങനെ പോയി ഇരിക്കാനൊക്കെ എന്താ രസം. അപ്പം എന്തായാലും ഒന്ന് താഴത്തേക്ക് ഒന്ന് പോയോ. നാട്ടിലെ 5 മണിന് മുമ്പ് എത്തണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. അങ്ങനെ ഊട്ടിയിൽ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പൈൻ ഫോറസ്റ്റൊക്കെ എത്തി. ഇനി കൂടുതൽ എത്താൻ ഒരു 6-7 കിലോമീറ്ററൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും 6-7 കിലോമീറ്റർ കൂടുതൽ എത്തി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒറ്റയടിക്ക് കോഴിക്കോട് പിടിക്കാം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ ഒരു വീഡിയോ കണ്ടതിൽ നന്ദി.